എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയൂണാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അങ്ങനെ കാലത്തെ ചായപ്പണികളൊക്കെ കഴിഞ്ഞു കുട്ടികൾ സ്കൂളിലേക്ക് പോയി. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറിലേക്ക് നമ്മൾ ബീൻസ് തോരനാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കില്ലേ, അതുപോലെ ബീൻസ് തോരനാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഉച്ചയ്ക്ക് നമുക്ക് എന്താ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ വീട്ടിൽ കുറച്ച് വഴുതനങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വഴുതനങ്ങ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു വഴുതനങ്ങയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് മോര് ഇങ്ങനെ കാച്ചി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് എടുത്തിട്ട് നമ്മൾ നല്ലപോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കുക കേട്ടോ. തൈര് നമ്മൾ മോരാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കാച്ചി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറ്റൽമുളക് ഇട്ട് അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോൾ നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മോരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മോര് തിളയ്ക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് എന്നിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇല്ലേന്ന് നമുക്കൊന്ന് നോക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുള്ള ആ വഴുതനങ്ങ കൂടി ഫ്രൈ ചെയ്ത് ഇതെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉച്ചയൂണ് കുശാലായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണുള്ളത്. ബീൻസ് തോരനും മോര് കാച്ചിയതും പിന്നെ നമ്മൾ ചൂടായിട്ട് വറുത്തെടുത്തിട്ടുള്ള ആ ഒരു വഴുതനങ്ങയും കൂട്ടിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.